താരസംഘടന അമ്മയിൽ പിളർപ്പെന്ന വാദം തള്ളുകയാണ് അഡ്ഹോക് കമ്മിറ്റി. ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ അമ്മയിലെ അംഗങ്ങൾ ആരെയും സമീപിച്ചിട്ടില്ല എന്ന് കമ്മിറ്റി അംഗം വിനു മോഹൻ 24 പറഞ്ഞു. അമ്മയ്ക്ക് ബദലായി ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നത് സംഘടനയുടെ തകർച്ചയിലേക്ക് നയിക്കുമെന്നാണ് വിലയിരുത്തൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഇമ്പാക്ട് ഏറ്റവും കൂടുതൽ ബാധിച്ചത് മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മയെ തന്നെയെന്നതിൽ ഒരു തർക്കവുമില്ല. ആ ചക്രവാത ചുഴിയിൽ നിന്ന് ഇനിയും കരകയറാനായിട്ടില്ല അമ്മയ്ക്ക്. അതിനിടയിലാണ് താരസംഘടന പിളർപ്പിലേക്കെന്ന വാർത്ത പുറത്തു വന്നത്. ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ 20 അഭിനേതാക്കൾ തന്നെ സമീപിച്ചെന്ന ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണന്റെ വെളിപ്പെടുത്തലാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. താരങ്ങളുടെ പേരുകൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരുന്നില്ല. എന്നാൽ ട്രേഡ് യൂണിയൻ ആശയത്തിന് പിന്നിൽ അമ്മയിലെ വിമത വിഭാഗം നേതാക്കൾ എന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ അമ്മയിൽ പിളർപ്പില്ലെന്നും ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ ഫെഫ്ക ജനറൽ സെക്രട്ടറിയെ സമീപിച്ചത് സംഘടനയ്ക്ക് പുറത്തുള്ള താരങ്ങളായിരിക്കാമെന്നും അമ്മ അഡ്ഹോക് കമ്മിറ്റി അംഗം വിനു മോഹൻ 24 പറഞ്ഞു. ഈ തരത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു പിളർപ്പിലേക്കോ അല്ലെങ്കിൽ അമ്മയുടെ അംഗങ്ങൾ ആരും ഈ തരത്തിലൊരു മൂവ്മെൻറ്റിലേക്കും പോയിട്ടുള്ളതായിട്ട് എനിക്കറിവില്ല. നമുക്കങ്ങനെ ഒരു അറിവും കിട്ടിയിട്ടില്ല. കാരണം നമുക്ക് കൃത്യമായി എന്തഭിപ്രായം ഉണ്ടെങ്കിലും നമ്മുടെ അംഗങ്ങൾ മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ അറിയിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്, എന്തഭിപ്രായങ്ങളാണെങ്കിലും. എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളെയും തകർത്താണ് ഫെഫ്ക നിലനിൽക്കുന്നതെന്നും അതിൽ പ്രധാനി ബി ഉണ്ണികൃഷ്ണനാണെന്നും ആഷിഖ് അബു വിമർശിച്ചു. ഈ ട്രേഡ് യൂണിയനുകൾ ഒരു ട്രേഡ് യൂണിയൻ മാത്രം പോരാ ഇവിടെ. അതാണ് ഞങ്ങൾ എല്ലാവരും എതിർക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളെയും തകർത്തുകൊണ്ടാണ് ഫെഫ്ക എന്ന് പറയുന്ന ഒരു സംഘടന നിലനിൽക്കുന്നത്. ഇപ്പോൾ അതിന്റെ പ്രധാന നേതാവ് ശ്രീ ബി ഉണ്ണികൃഷ്ണനാണ്. അമ്മയിലെ പ്രതിസന്ധികൾ മറികടക്കാൻ ജനറൽ ബോഡി യോഗം ഉടൻ ചേരും. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും വിനു മോഹൻ വ്യക്തമാക്കി. നേതൃത്വം തള്ളുമ്പോഴും കൂടുതൽ അഭിനേതാക്കളെ ഒപ്പം നിർത്തി ട്രേഡ് യൂണിയൻ എന്ന ആശയം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് വിമതരുടെ നീക്കം. ചർച്ച നടത്തിയ ആ 20 പേർ ആരെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. പക്ഷേ ചർച്ച നടന്നിട്ടുണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി അറിയാനുള്ളത് അമ്മ പിളരുമോ ഇല്ലയോ എന്നതാണ്. ജനാധിപത്യ സ്വഭാവമുള്ള സംഘടനയായി അമ്മ മുന്നോട്ട് പോയാൽ പിളർപ്പൊഴിവാക്കാനാകും. അതല്ല എങ്കിൽ മറ്റൊരു സംഘടന അമ്മയ്ക്ക് ബദലായി ഉയരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൊച്ചിയിൽ നിന്നാം വിഷ്ണു സുരേഷ്, 24.